നമസ്കാരം, ഞാൻ അഖിൽ അശോക്. എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ 2025 തുടക്കം മുതൽ ഇങ്ങോട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെയും ലോകത്തിൻ്റെ പല കോണിലുള്ള വ്യക്തികളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് HMPV വൈറസ് എന്നുള്ളതിനെക്കുറിച്ച്. നമുക്ക് എന്താണ് HMPV വൈറസ് എന്നുള്ളതും ഒപ്പം തന്നെ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മറ്റുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് കൂടുതലായി നോക്കാം എന്താണ് HMPV. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേക്ക് വൈ വിത്ത് അഖിൽ അശോക് എന്നതിൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ ഇൻട്രോ നൽകാതെ ഞാനൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നേരത്തെ തന്നെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വൈറസാണ് HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ്. ചൈനയിൽ ഡിസംബർ 16 ശേഷം ഇൻഫ്ലുവൻസ കേസുകൾ കൂടിയിരുന്നു. കുട്ടികളിൽ ന്യൂമോണിയ കേസുകളും കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ HMPVയും കൂടുതലായി കണ്ടെത്തി. ഇത് പുതിയൊരു വൈറസ് ഒന്നുമല്ല. 2001 നെതർലാൻഡിൽ തിരിച്ചറിഞ്ഞെങ്കിലും ഏതാണ്ട് 50 വർഷമായി ഇത് ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. തണുപ്പ് കാലത്ത് കുട്ടികളെ ജലദോഷം വരുത്തുന്ന ഒരിനം RNA വൈറസാണ് HMPV. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും പ്രായമായവരിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലുമാണ് HMPV ബാധിക്കാൻ സാധ്യത ഏറെ കൂടുതൽ. ഇൻഫ്ലുവൻസ വൈറസ് ബാധ പോലെ മൂക്കിലും തൊണ്ടയിലും ഇൻഫെക്ഷൻ വരുത്തുന്ന ഒരു വൈറസാണിത്. ശരീരത്തിൽ കടന്നാൽ 2 മുതൽ 5 ദിവസത്തിൽ തുമ്മലും തൊണ്ടവേദനയും പനിയുമായി അസുഖം തുടങ്ങും. ഒരാഴ്ച കൊണ്ട് തന്നെ തനിയെ മാറുകയും ചെയ്യും. തനിയെ അവസാനിക്കുന്ന ഒരു വൈറസാണ് HMPV എന്നുള്ളത്. മിക്കവാറും ഇത് മൂക്കിലും തൊണ്ടയിലുമുള്ള കോശങ്ങളെയാണ് ബാധിക്കാൻ സാധ്യത ഏറെ കൂടുതൽ. ചിലപ്പോൾ ശ്വാസകോശങ്ങളെ ബാധിച്ച് ന്യൂമോണിയ പോലുള്ള കഠിനമായ രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാൻ സാധ്യത ഏറെ കൂടുതൽ തന്നെയാണ്. ഇൻഫ്ലുവൻസയ്ക്ക് പ്രത്യേകിച്ച് മരുന്നില്ല എന്നതുപോലെ തന്നെ HMPVക്കും മരുന്നില്ല. തനിയെ മാറുന്നൊരു അസുഖമാണ്. എന്നാൽ ശ്വാസകോശങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്വാസകോശങ്ങളെ ബാധിച്ചാൽ ന്യൂമോണിയയിലെത്താൻ സാധ്യത ഏറെ കൂടുതലാണ്. കോവിഡുമായി HMPVയെ ഒരിക്കലും താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. മഞ്ഞുകാലത്ത് വിവിധ ജലദോഷങ്ങൾ വൈറസുകൾ സജീവമാവുന്ന കൂട്ടത്തിൽ HMPVയും ചിലയിടത്ത് സജീവമായി പടരാൻ സാധ്യതയുണ്ട്. 2011-12 വർഷങ്ങളിൽ USA, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ HMPV വൈറസുകൾ കൂടിയിരുന്നു. ഇപ്പോൾ ചൈനയിൽ കുറെ കൂടുതൽ കേസുകൾ ഉണ്ടെങ്കിലും ഒരു പാൻഡമിക് ആയ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല അവിടെ. ജലദോഷം പകരുന്ന പോലെയാണ് HMPVയും പകരുന്നത്. രോഗമുള്ള വ്യക്തിയുടെ തുമ്മൽ, ചുമ എന്നിവയിലെ കണങ്ങളിൽ കൂടി വൈറസ് അടുത്തിടപെടുന്ന ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ സാധ്യത ഏറെ കൂടുതലാണ്. കണങ്ങളിൽ സ്പർശിച്ച കൈകൊണ്ട് മൂക്കിലും മുഖത്തും സ്പർശിച്ചാലും രോഗം പകരാം. ജനുവരി മുതൽ മാർച്ച് വരെ മാസങ്ങളിൽ ജലദോഷത്തിൻ്റെയും ഫ്ലൂവിൻ്റെയും മാസങ്ങളാണ്. സീസണൽ ഇൻഫെക്ഷനാണ് ഇത് രണ്ടും. ചൂടും തണുപ്പും ഇടപെട്ട കാലാവസ്ഥയിൽ ജലദോഷ വൈറസുകൾ സജീവമാകും. മാസ്കും കൈകഴുകലും എല്ലാ ജലദോഷ വൈറസുകളെയും പോലെ HMPVയും തുടച്ചു മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ്. ജലദോഷ മാസങ്ങളിൽ ആൾക്കൂട്ടത്തിൽ മാസ്ക് ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലത് തന്നെയാണ്. വാട്സാപ്പിൽ വരുന്ന വൈറസ് കഥകളെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവുമില്ല. HMPV മറ്റൊരു കോവിഡ് അല്ല. കോവിഡ് പോലെ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ അതിവേഗം പടരുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ വൈകിയ ഒരു വൈറസ് ഒന്നുമല്ല. ഇത് നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വൈറസ് കൂടെയാണ്. അപ്പോൾ ചോദിക്കും, പിന്നെ എന്താണ് ഇത്രയേറെ ഇത് വൈറലാവാനായിട്ടുള്ളൊരു കാരണം എന്ന്. കോവിഡ് ചൈനയിൽ നിന്ന് വന്നതുകൊണ്ടാണ് HMPV ചൈനയിൽ കൂടി വാർത്തയാകാൻ കാരണമായത്. 2012 അമേരിക്കയിലും യൂറോപ്പിലും ഇത് കൂടിയിരുന്നു. മഞ്ഞുകാലം തുടങ്ങിയതോടെ ചൈനയിൽ കുട്ടികളിൽ ന്യൂമോണിയ കേസുകൾ ധാരാളം കൂടി. ഇൻഫ്ലുവൻസയുടെ ഭാഗമായി വന്നതാണ്. വൈറ്റ് ലങ് എന്നാണ് അവിടെ ഇതിനെ പറയുന്നത്. അതിൻ്റെ കൂടെ കൂടുതൽ HMPVയും ഉണ്ടായി. HMPV ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത് കൊണ്ട് തന്നെ അത് കൂടുതൽ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ചൈന. RT-PCR ടെസ്റ്റ് വഴി നമ്മൾക്ക് HMPV തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യം പറയാനുള്ളത്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
എൻ്റെ പോരായ്മകൾ നികത്തി പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ചർച്ചാ വിഷയമായി കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.